ഇന്ന് നമുക്ക് നോക്കാനുള്ള ഇന്നത്തെ നമ്മുടെ സെഷന്റെ തീം അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത് മാസ്റ്ററിംഗ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഇസ് ലാസ്റ്റ് വീക്ക് നമ്മൾ പ്രൊഫഷണൽ സെറ്റപ്പുകളിൽ ഓഫീസിൽ ഒരു പ്രസന്റേഷൻ, ഒരു പ്രൊഫഷണൽ റിപ്പോർട്ട് എഴുതാൻ ഒരു പ്രൊഫഷണൽ ആസ്പെക്ട്സ് പഠിച്ചു. അതിനു മുമ്പത്തെ വീക്ക് നമ്മൾ കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ ആയിട്ട് സ്ലാങ്ങുകളും കൊളോക്കിയൽ ലാംഗ്വേജും കൾച്ചറൽ ഡിഫറൻസുകളും പഠിച്ചു. നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ആണ് നോക്കുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ, അതിപ്പോ നമ്മൾ ക്ലാസ്സിൽ പ്രസന്റേഷൻസ് എടുക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്, നമ്മൾ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രസന്റേഷൻ ചെയ്യുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഞാനിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ പബ്ലിക് സ്പീക്കിംഗ് അല്ലേ? നിങ്ങളിപ്പോ എത്ര പേരുടെയാ? 56 പേരുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് എന്ത് പറ്റി? പാർട്ടിസിപ്പൻസ് തീരെ കുറവാണല്ലോ. സൺഡേ ആയതുകൊണ്ടാണോ? നെക്സ്റ്റ് വീക്ക് തൊട്ട് ട്യൂസ്ഡേ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഫൈൻ. So, ഇന്നത്തെ അജണ്ട പബ്ലിക് സ്പീക്കിംഗ് എസെൻഷ്യൽസ്, പ്രിൻസിപ്പിൾസ് ഓഫ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റിയിൽ മിനി സ്പീച്ചസ് പ്രിപ്പയർ ചെയ്യുക. ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ പെർസ്വേഷൻ തന്നെയായിരിക്കും റിവൈസ് ചെയ്യുന്നത്. Then as usual, question answer session and conclusion. Okay, to begin with, പബ്ലിക് സ്പീക്കിംഗ് എസെൻഷ്യൽസ്. അതിനു മുമ്പ് പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പ്രസന്റ് ചെയ്യുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ചിലപ്പോഴൊക്കെ വളരെ ഇൻഫോർമൽ ആവാം, വളരെ ഫോർമൽ ആവാം, ചിലപ്പോൾ സെമി ഫോർമൽ ആവാം, അല്ലെ? അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ പ്രസന്റ് ചെയ്യാനുണ്ട് എങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഫോർമൽ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗെദറിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഇൻഫോർമൽ ആവാം. അതേസമയം സെമി ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പകുതി ഫോർമലും പകുതി ഇൻഫോർമൽ ആയിട്ട്. ഇതിപ്പോ നമ്മുടെ ക്ലാസ് ഒക്കെ പോകുന്നത് ഒരു സെമി ഫോർമൽ രീതിയിലാണ്, അല്ലെ? കുറച്ചൊക്കെ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു ഫോർമൽ സെറ്റപ്പിലേക്കും, യെസ്, ലൈവ് ഇന്നത്തെ ആസ്പെക്റ്റിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നതൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ആണ്. ബട്ട് ഇൻ ടെക്നിക്കൽ ടേംസിൽ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ്. പക്ഷെ നമ്മൾ ഇന്ന് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു ലൈവ് പോകുന്നതും ഒരു തരത്തിൽ പബ്ലിക് സ്പീക്കിംഗ് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും സ്പീക്ക് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. വെരി ഫസ്റ്റ് തിങ്, പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ്. നമ്മളൊരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ പോവാണ്. അവരുടെയും നമ്മുടെയും സമയം വാല്യുബിൾ ആണ്. സോ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പെട്ടെന്നുണ്ടായ ഒരു, അതായത് പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ക്ഷണിച്ചതൊന്നുമല്ല, നമ്മൾക്ക് നേരത്തെ അറിയുന്നതാണ് എങ്കിൽ പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടുകയും നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം പ്രസന്റ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്തതിനു ശേഷം പ്രസന്റ് ചെയ്യുന്നതിലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ അത്യാവശ്യം കോൺഫിഡൻസോടെ സ്പീക്ക് ചെയ്യുന്നത് എന്താണ്? ക്ലാസ്സിന് മുമ്പ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ ഒന്ന്, ഒരു ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ നമുക്കൊരു ഫോർമാലിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പൊ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ അവയർനെസ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നേരിയ സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ച് പറയാതെ ആരുടെങ്കിലും ഒരു ജീവിത അനുഭവമോ അല്ലെങ്കിൽ ന്യൂസിൽ വന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ്. സോ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു കഥ വെച്ചിട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോറിയോ എക്സ്പീരിയൻസോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടോപ്പിക്കുമായി റെലവെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും സ്റ്റോറിയും ആയിരിക്കണം കേട്ടോ. ഓക്കെ, then next is establishing your personal credibility. ഏതോ ഒരാൾ വന്ന് സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ക്ലാസ് എടുക്കുന്നതും അതേസമയം ഒരു ഡോക്ടർ വന്ന് ക്ലാസ് എടുക്കുന്നതും നമ്മൾ എല്ലാവരും ആരുടെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുക? പ്രത്യേകിച്ച് അങ്ങനെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളുടെ ക്ലാസ് ആണോ അതോ ഡോക്ടറിന്റെ ക്ലാസ് ആയിരിക്കോ? ആരുടെ ക്ലാസ്സിനായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക? എക്സാക്ട്ലി, ഒബ്വിയസ്ലി ഡോക്ടർ ആണ്. കാരണം എന്താണ്? ഡോക്ടർ അതിനെക്കുറിച്ച് സയന്റിഫിക് നോളേജ് ഉള്ള ആളാണ്. സോ നമ്മളുടെ പേഴ്സണൽ ക്രെഡിബിലിറ്റി, ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് നമ്മൾക്കുള്ളത് എന്ന് പ്രസന്റ് ചെയ്യുക. ഞാൻ ഇന്നതിനെ പഠിച്ച ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ നമ്മുടെ പേഴ്സണൽ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുക. ദെൻ ഡിഫറെന്റ് മെത്തേഡ്സ്. ഒരു സ്പീച്ചിൽ നമുക്ക് പല രീതികൾ യൂസ് ചെയ്യാം, അല്ലെ? ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. മൊണോട്ടോണസ് ആയിട്ട്, മൊണോട്ടോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ടിൽ ഒന്നും ഒരു വേരിയേഷൻ വരാതെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ
പബ്ലിക് സ്പീക്കിംഗ് എസെൻഷ്യൽസ്, പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ്, സ്റ്റാർട്ട് വിത്ത് എ സ്റ്റോറി. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലോ പറയുന്ന എനിക്കും മടുക്കുന്നുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും എന്തായാലും മടുക്കും. സോ പ്രസന്റേഷൻ സ്റ്റൈൽസ് മോഡിഫൈ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രാക്ടീസ് എന്നതുപോലെ റിഹേഴ്സ് ചെയ്യുക, എന്താണ് പറയേണ്ടത്. ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് ഒരിക്കലും കാണാപ്പാഠം പഠിക്കലല്ല കേട്ടോ. ഈ റിഹേഴ്സ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാണാപ്പാഠം പഠിച്ചു വരാനല്ല, മറിച്ച് നിങ്ങളുടെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് റീകളക്ട് ചെയ്യുക, അത് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ റിഹേഴ്സ് ചെയ്യുക, അല്ലാതെ ഒരിക്കലും കാണാപ്പാഠം പഠിക്കലല്ല. വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പീച്ചിന് മുമ്പ് ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യുക. ആൻഡ് ഒരിക്കലും ഒരു പബ്ലിക് സ്പീക്കിംഗ് സെഷനിൽ നിങ്ങൾ നോക്കി വായിക്കരുത്. ഓക്കെ, ഇവിടെയും എന്റെ കയ്യിൽ ബുക്ക് ഉണ്ട്, മെയിൻ പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യാതെ, ഈവൻ ഇഫ് ഇതൊരു ഓൺലൈൻ സെറ്റപ്പ് ആണെങ്കിൽ പോലും ഞാൻ ഫുൾ ടൈം ബുക്കിൽ നോക്കിയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു പബ്ലിക് സ്പീക്കിംഗ് സെറ്റപ്പിൽ പേപ്പേഴ്സ് നോക്കിയോ ഫോൺ നോക്കിയോ വായിക്കരുത്, മറിച്ച് നിങ്ങൾക്ക് എന്താണ് സ്റ്റിക്കി നോട്ട്, ചെറിയ സ്റ്റിക്കി നോട്ടിലോ ഫോണിലോ പോയിന്റ്സ്, മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്തിടാം, അത് നോക്കാം, സോ ദാറ്റ് നമ്മൾ മിസ് ഔട്ട് ചെയ്യില്ല. മറ്റൊന്ന് നമ്മുടെ ആങ്സൈറ്റി മാനേജ് ചെയ്യാം. ഓരോരുത്തർക്കും ഡിഫറെന്റ് വേസ് ആയിരിക്കും ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ ഉണ്ടാവുക. അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ആങ്സൈറ്റി മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ദെൻ ഡ്രസ് ഫോർ ദ ഒക്കേഷൻ. ഒക്കേഷൻ എന്താണോ, അതായത് ഫോർമൽ സെറ്റപ്പ് ആണോ, സെമി ഫോർമൽ ആണോ, ഒരു കല്യാണത്തിന് പോകുന്നത് പോലെ നമ്മൾ ബിസിനസ് മീറ്റിംഗിന് പോയില്ല, ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുന്നത് പോലെ നമ്മൾ കല്യാണത്തിനും പോയില്ല. സോ എന്താണ് നമ്മുടെ ഒക്കേഷൻ, ആ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക. ഓക്കെ, ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരാൾ വന്ന് നമ്മളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതുപോലെ വളരെ ഒട്ടും നീറ്റ് അല്ലാത്ത, അടുത്ത് വരുമ്പോൾ തന്നെ സ്മെല് ചെയ്യുന്ന ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് വരുന്ന ഒരാള് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ട എഫിഷ്യന്റ് ആയ കമ്മ്യൂണിക്കേഷന് വേണ്ട കാര്യങ്ങൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന ഒറ്റ വേർഡ് കൊടുത്തത്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എപ്പോഴാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അത് മറ്റുള്ളവരിൽ എത്തി അവരത് മനസ്സിലാക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുക. സോ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള എന്താണ് നമ്മുടെ വോയിസ് മോഡുലേഷൻ, ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഓഡിയൻസ് ആരാണ്, ഓഡിയൻസിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കുക, അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക് സ്പീക്കിങ്ങിൽ ശ്രദ്ധിക്കുക. ഒരു നോർമൽ 1-to-1 കമ്മ്യൂണിക്കേഷനേക്കാൾ പബ്ലിക് സ്പീക്കിങ്ങിൽ കൂടുതൽ അവെയർ ആയിരിക്കണം. കാരണം എന്താണ്, പബ്ലിക് സ്പീക്കിംഗ് 1 to many ആണ്, 1-to-1 അല്ല, 1 to many ആണ് പബ്ലിക് സ്പീക്കിങ്ങിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഇസ് കോൺഫിഡൻസ്. നമ്മൾ കോൺഫിഡൻസ് ഉള്ളിലില്ലെങ്കിൽ പോലും പുറത്തേക്ക് നമ്മൾ കോൺഫിഡൻസ് കാണിക്കുക എന്നത് പബ്ലിക് സ്പീക്കിംഗ്. നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന്റെ മാത്രമായിട്ടുള്ള കോഴ്സുകൾക്കോ കോച്ചിങ്ങിനോ പോകുമ്പോൾ അവർ പറയുന്ന കാര്യമാണിത്. നിങ്ങൾക്ക് ഉള്ളിൽ ചെറിയ പേടിയുണ്ട്, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും അത് നമ്മുടെ കണ്ണിൽ ഉണ്ടാവരുത് എന്നുള്ളത്. നമ്മൾ സ്റ്റേജിന്റെ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ വിറക്കുന്നത് ഓഡിയൻസ് കാണുകയാണ്, കാല് മുട്ട് വിറക്കുന്നത് ഓഡിയൻസ് കാണുകയാണ്, അതൊരു നല്ല നോട്ട് ആവില്ലല്ലോ. അതുപോലെ മറ്റൊരു കാര്യം, ഒരിക്കലും എന്തെങ്കിലും നെഗറ്റീവ് നോട്ട് വെച്ച് നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. അതായത് ഞാനധികം പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഇല്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിൽ നെഗറ്റീവ് നോട്ട്സ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, നമുക്ക് ഇത് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്താൽ നിങ്ങളുടെ എന്താ, അത് വേസ്റ്റ് ഓഫ് ടൈം അല്ലേ. ബിക്കോസ് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കും ഉറപ്പില്ല, നിങ്ങൾക്കും ഉറപ്പില്ല. സോ പറയുന്ന കാര്യങ്ങളിൽ കോൺഫിഡന്റ് ആയിരിക്കുക. നെക്സ്റ്റ് ഇസ് ബോഡി ലാംഗ്വേജ്. നമ്മളൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇപ്പൊ ഒരു പോഡിയം ഉണ്ടെങ്കിൽ പോഡിയത്തുമ്പിൽ ലീൻ ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, സ്റ്റേജിൽ നടക്കാൻ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നടന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരു ആങ്സൈറ്റി മാനേജ്മെന്റ് ആണ്. അതുപോലെ ഓഡിയൻസിന്റെ അടുത്ത് കുറച്ചും കൂടി എൻഗേജ്ഡ് ആവാനും സാധിക്കും. ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ ഓക്കെ ആയിട്ടുള്ളവർ അതും ചെയ്താൽ എൻഗേജ്മെന്റ് കൂടും, ഓഡിയൻസ് സ്പീക്കർ ഇന്ററാക്ഷൻ കൂടും. ഓക്കെ, സോ അത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഐ കോണ്ടാക്ട്. ഓക്കെ, നമ്മുടെ ഓഡിയൻസ് എത്ര സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നോ കണ്ണ് ഓടിച്ചുകൊണ്ടിരിക്കുക. പെർട്ടിക്കുലർലി ഒരു ഏരിയയിലേക്ക് മാത്രം നോക്കരുത്, ഒരാളെ മാത്രം സ്റ്റെയർ ചെയ്യരുത്. ഒരു ഓവറോൾ ഒരു എന്താ പറയാ, എപ്പോഴും ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. നമ്മളുടെ ഒരു ഫ്രണ്ടിൽ ഒരു 180 ഡിഗ്രിയിൽ ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഇങ്ങനെ ഡൈനാമിക് ആയിരിക്കണം, മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, ദെൻ ബി അവെയർ ഓഫ് യുവർ പേസ് ആൻഡ് ടൈമിങ്. നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ്, ഇന്നത്തെ കാലത്ത് ആർക്കും ഒരുപാട് നേരം ഒരു 2-2.5 മണിക്കൂറിന്റെ സ്പീച്ച് ഒന്നും കേൾക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു ടൈം കീപ്പപ്പ് ചെയ്തുകൊണ്ട് വളരെ പേസ്ഫുൾ അല്ലെങ്കിൽ വളരെ ടൈം കീപ്പപ്പ് ചെയ്ത് കറക്റ്റ്
പ്രിസൈസ് ആയിട്ട് പറയുക. സോ ടൈം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മളുടെ ഈ ക്ലാസ് അവർ എന്ന് പറയുന്നത് 1 hour ആണ്. നമ്മൾ മാക്സിമം അത് 1 hourൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പബ്ലിക് സ്പീക്കിംഗ് സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ ഓഡിയൻസ് മറ്റ് പല ആവശ്യങ്ങളുള്ളവരായിരിക്കാം. സോ നിങ്ങളുടെ സ്പീച്ച് 8 to 8:30 ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യം 8:30ക്ക് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക എന്നത് സ്പീക്കറിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സോ അതിന് വേണ്ടി കൂടിയാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. റിഹേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിംഗ് കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാവും. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള പോയിന്റ്സ് കീപ്പ് ചെയ്തുകൊണ്ട് അത്ര അത്യാവശ്യം അല്ലാത്തത് ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ടൈമിംഗ് കീപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളത് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ഒരു സ്പീച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് മാനേജിങ് നെർവസ്നെസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഡിയൻസ് ഇൻട്രസ്റ്റ്. നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടുള്ളവർക്ക് മാനേജിങ് ഈ ഒരു നെർവസ്നെസ്സും ആങ്സൈറ്റിയും മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ സെഷൻസ് കൂടുന്തോറും അത് കുറഞ്ഞു വരും. എന്റെ ഫസ്റ്റ് നിങ്ങൾക്ക് എടുത്ത ഇതിപ്പോ നമ്മൾ വീക്ക് 13 ആയി. എനിക്കിതിൽ കുറച്ച് പേരെയൊക്കെ മനസ്സിലായി തുടങ്ങി, കുറച്ച് പേരുകൾ അറിഞ്ഞു തുടങ്ങി. വീഡിയോയിൽ സ്ഥിരമായി കാണുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. ഫസ്റ്റ് സെഷനിൽ വരുമ്പോൾ എനിക്ക് ഓഡിയൻസ് ആരാണ് എന്നറിയില്ല, നിങ്ങൾ എത്ര പേരുണ്ട് എന്നറിയില്ല, എങ്ങനത്തെവരാണ്, റെസ്പോണ്ട് ചെയ്യോ, എന്റെ ക്ലാസ് മനസ്സിലാവോ എന്ന രീതിയിലുള്ള ആങ്സൈറ്റീസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് അതില്ല. ബിക്കോസ് പ്രാക്ടീസ് ചെയ്തും നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തും അത് കുറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ, ചാൻസ് കിട്ടുമ്പോൾ നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും അതുപോലെ നമ്മുടെ നെർവസ്നെസ് കുറക്കാനും ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് പറയാം. ഫസ്റ്റ് വൺ ഇസ് പ്രസന്റേഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഇതുപോലെ PPTs യൂസ് ചെയ്യുക. അതല്ല ഇപ്പോ വിഷ്വൽ പ്രസന്റേഷൻ ഉള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പേഴ്സോ ഓഡിയോസ് കേൾപ്പിക്കുക. നമ്മളുടെ സ്പീച്ചുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റെന്തെങ്കിലും മീഡിയം ത്രൂ ഉള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. ഓക്കെ, വീഡിയോസ് ആവാം, ഓഡിയോസ് ആവാം, ഏതെങ്കിലും ബുക്സിനെ കുറിച്ച് പറയലാവാം, ഏതെങ്കിലും ചെറിയ പാംഫ്ലെറ്റോ അല്ലെങ്കിൽ ചെറിയ പോസ്റ്റേഴ്സോ സ്പീച്ചിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാവാം എന്ന രീതിയിലുള്ള പ്രസന്റേഷൻസ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മൾ വിചാരിക്കില്ല എഴുതി വായിക്കുന്നതാണ് എളുപ്പം. നോ, എഴുതി വായിക്കുമ്പോൾ നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും അത് വേഗം വായിച്ചു തീർക്കാൻ. ഫോർ എക്സാമ്പിൾ, യൂസ് പ്രസന്റേഷൻ ടു സപ്പോർട്ട് യുവർ പ്രസന്റേഷൻ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് വായിച്ചു തീർക്കുക എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും വായിക്കരുത്, മറിച്ച് നമ്മളായി നിന്നുകൊണ്ട് കണ്ടന്റ് മനസ്സിലാക്കി സ്പീക്ക് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തേത് ബി യോർ സെൽഫ്. ബി യോർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് പൊസിഷനിൽ നിന്ന് നമ്മൾ ഭയങ്കരമായി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അഫ്കോഴ്സ് നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ ആക്സെന്റും നമ്മൾ ഒന്നും മേക്കപ്പ് ചെയ്യും, പക്ഷെ മൊത്തമായിട്ട് നമ്മൾ മറ്റൊരാളെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അത് നമ്മളെ തന്നെ നമ്മൾ സ്ട്രെസ് ചെയ്യുകയാണ്. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളായി നിന്നുകൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഭയങ്കരമായിട്ട് ഒരു ഓവർ മേക്കപ്പിന്റെ ആവശ്യം ഇല്ല. ദെൻ പിന്നെ നമ്മളുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ഓഡിയൻസിനെ കുറച്ചും കൂടി എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് തമാശകൾ ഉപയോഗിക്കുക എന്നത്. ഓക്കെ, ഹ്യൂമർ എന്നത് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ലൈക്ക് വളരെ സീരിയസ് സിറ്റുവേഷൻസിൽ വരെ ഹ്യൂമർ എന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. വെറുതെ ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു തമാശ എന്നതിനേക്കാൾ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ഇന്നിപ്പോ നമ്മൾ ട്രോളുകളും മീമുകളും ഒക്കെ ഇല്ല, അതൊക്കെ നല്ലൊരു വേ ഓഫ് ഹ്യൂമർ ആണത്. ഓക്കെ, ഇന്ന് നമ്മൾ പല ന്യൂസുകൾ അറിയുന്നത് ഇടയ്ക്കൊക്കെ ട്രോളുകളിലൂടെയാണ്. സോ നമ്മൾ എക്സാമ്പിൾസും ഇല്ലസ്ട്രേഷൻസും ഹ്യൂമറുകളൊക്കെ നമ്മുടെ സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരുപാട് തിയോററ്റിക്കൽ അല്ലെങ്കിൽ ഫാക്ച്വൽ ഇൻഫോർമേഷനേക്കാൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻവൈറ്റ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറക്കാൻ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്ത് എന്റെ ടെൻഷൻ കുറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു നെർവസ്നെസ് കുറയും. അപ്പൊ അവരിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ എത്ര പേര് ലഹരിക്ക് അടിമയാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒരു പോസ് കൊടുക്കാം. ആൾക്കാർക്ക് ഗസ് ചെയ്യാൻ ഒരു ടൈം കൊടുക്കാം. സോ എന്താണ്, ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കാനും നമ്മൾക്ക് കാര്യങ്ങൾ കൂടുതൽ കൺവേ ചെയ്യാനും ചാൻസ് ഉണ്ട് അവിടെ. ദെൻ ഫൈനലി ഈസ് ലേൺ ഫ്രം ദ പ്രോസ്. നമുക്ക് ഇന്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അടിപൊളി പബ്ലിക് സ്പീക്കേഴ്സിനെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ടെഡെക്സ് എന്ന് പറഞ്ഞ ഈവന്റ് ഇല്ലേ, അതിന്റെ ടെഡ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വളരെ ഷോർട്ട് ആയിരിക്കും, 5 to 10 minutes ഉള്ള ടോക്ക് ആയിരിക്കും. പക്ഷെ ടെഡ് ടോക്സിൽ ഞാനിവിടെ സ്പെല്ലിംഗ് ഇടാം ഒരുപാട്. ഓക്കെ, ടെഡ് ടോക്സ്, നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ടെഡ് ടോക്സ് കാണാൻ ശ്രമിക്കും കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഇപ്പൊ നാട്ടിൽ നടന്നേക്ക് അധികവും മലയാളത്തിലായിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ടെഡ് ടോക്സ് കാണാൻ ശ്രമിക്കുക.
വളരെ സിമ്പിൾ ലാംഗ്വേജിൽ 5 to 10 മിനിറ്റ്സിൽ കാര്യങ്ങൾ കൺവേ ചെയ്യാണ് ടെഡ് ടോക്സിൽ നടക്കുക. പിന്നെ ഒരുപാട് നല്ല എന്താണ് പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ട്. സോ പിന്നുള്ള ഒരു ഓപ്ഷൻ നിക് വൂജിസസ്. ആള് ഹാൻഡിക്യാപ്ഡ് ആണ്, ബൂത്ത് കൈകളും കാലുകളും ഇല്ല, ബട്ട് ഹീസ് എ പബ്ലിക് സ്പീക്കർ. ആളുടെ സ്പീച്ചും വളരെ സിമ്പിൾ ആണ്, അറ്റ് ദ സെയിം ടൈം മെസ്സേജ് കൺവേഡ് ആണ്. സോ ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പ് ഒരു നല്ല സ്പീച്ച് എന്ന് മേ ബി പറയുന്നത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതായിരിക്കും. ബട്ട് ടുഡേ അങ്ങനെയല്ല. ഏറ്റവും ഷോർട്ട് ടൈമിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കാം. മാക്സിമം കുറഞ്ഞ ലൈൻസിൽ മാക്സിമം ഇൻഫർമേഷൻ എന്നുള്ളത്. സെന്റൻസുകളുടെ എണ്ണം കുറക്കുക, റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക. നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻസ് തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ഔട്ട് ചെയ്യുക. അതിനുവേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് ചാൻസ് തന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ പറ്റില്ലേ? ഇന്ന് എല്ലാവരും ഒന്ന് മെന്റലി പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറയാണ്. ഇന്ന് നമ്മൾക്കൊരു ആക്ടിവിറ്റി, നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഒരു 2 minute സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് ഇവിടെ പറയുക എന്നതുള്ളതാണ് കേട്ടോ. ബിക്കോസ് ഇത്രയും ദിവസം നമ്മൾ ഈ ചാറ്റിലൂടെ മാത്രമല്ലേ കോണ്ടാക്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 95 ടാസ്ക് കഴിഞ്ഞു, 13ാമത്തെ ലൈവിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഐ വോണ്ട് ടു ലിസൺ ടു യു. എനിക്കിന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ ഒരു ചാറ്റ് ബോക്സ് എക്സ്പീരിയൻസ് അല്ലാതെ നിങ്ങളുടെ വോയിസിലൂടെ എനിക്ക് ലൈവ് ആയിട്ട് കേൾക്കണം. സോ കുറച്ച് കഴിഞ്ഞിട്ട് വിൽ ബി ഡൂയിങ് ദാറ്റ്. സോ ബി പ്രിപ്പയർഡ്. ഓക്കെ, ഇപ്പോഴും മൈൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. പെർസ്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു? ഇസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഓർ റെയിൻഫോഴ്സിങ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ഓർ ബിഹേവിയർ. ഒരാളുടെ വിശ്വാസങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ ഒരാളുടെ എന്തിനോടെങ്കിലും കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പോ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുകയാണ്, ഞാൻ പറയാണ് ഇന്ന കമ്പനിയുടെ ക്രീം നല്ലതാ, അത് പൊട്ട കമ്പനി, ഞാൻ ഒരിക്കൽ ഉപയോഗിച്ചിരുന്നു, അത് പൊട്ട മണാണെന്ന് പറയാണ്. സോ നമ്മൾ അയാളോട് പറയണേ, ഇത്ര രൂപക്ക് ഇത്രയും നല്ല റിച്ച് കണ്ടന്റ് ഉള്ള ക്രീം വേറെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ പെർസ്വേഡ് ചെയ്യുകയാണ്, അയാളെ കൺവിൻസ് ചെയ്യുന്നതിനെയാണ് പെർസ്വേഷൻ എന്ന് പറയുക. ഓക്കെ, നമ്മളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഒരാളുടെ ആറ്റിറ്റ്യൂഡിലോ വിശ്വാസങ്ങളിലോ സ്വഭാവത്തിലോ വ്യത്യാസം വരുത്തുന്നതിനെയാണ് പെർസ്വേഷൻ എന്ന് പറയുക. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പലരെയും പലതിനും പെർസ്വേഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, കുഞ്ഞു കുട്ടികൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ അവരോട് പറയില്ലേ, ഇത് വേഗം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫോൺ തരാൻ കളിക്കാൻ. അത് അവരെ പെർസ്വേഡ് ചെയ്യാണ്. എന്ത് ഫുഡ് കഴിക്കാൻ അവരെ പെർസ്വേഡ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയാണ്ട് പല കാര്യങ്ങളും നമ്മൾ പെർസ്വേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ പെർസ്വേഷന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കൂടുതൽ പെർസ്വേഷൻ ഹാപ്പൻ ചെയ്യപ്പോഴാണ്. ഫസ്റ്റ് ഇസ് അതോറിറ്റി. അതായത് അതോറിറ്റിയിലുള്ള ഒരാൾ പറയുമ്പോൾ, എന്നോട് ഏതോ ഒരാൾ വന്ന് പറയാണ്, എന്താണ് നിന്നെ കണ്ടിട്ട് രക്തം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്, ഞാനത് ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ എന്നോട് ഒരു ഡോക്ടർ പറയുമ്പോൾ എന്താണ്, ഐ വിൽ കൺസിഡർ. കാരണം എന്താണ്, ഡോക്ടർ അത് പറയാൻ ക്രെഡിബിൾ ആയ അതോറിറ്റി ഉള്ള ഒരാളാണ്. സോ അതോറിറ്റിയിൽ ഇരിക്കുന്നവർ പറയുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അനുസരിക്കും. കുട്ടികൾ അധികം പാരന്റ്സ് പറയുന്നത് അനുസരിക്കില്ലേ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ, കാരണം പാരന്റ്സിന് അതോറിറ്റി ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് ലൈക്കിംഗ്. നമ്മൾക്ക് ഇഷ്ടമുള്ളവർ പറയുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും നമ്മുടെ വിശ്വാസങ്ങൾ അതനുസരിച്ച് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ അധിക പരസ്യങ്ങളിലും ലക്ഷങ്ങളും കോടികളും കൊടുത്ത് സിനിമാക്കാരെയും സെലിബ്രിറ്റീസിനെയും കൊണ്ട് പരസ്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്ന ഫിഗേഴ്സിനെ കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഒരു ഇഷ്ടം കൂടുകയും അല്ലെങ്കിൽ താല്പര്യം കൂടാൻ സാധ്യതയുണ്ട്. അതാണ് ലൈക്കിംഗ്. മൂന്നാമത്തേത് റെസിപ്രോസിറ്റി. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അയാളോട് തിരിച്ചൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ അയാളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് അയാൾ എനിക്ക് ചെയ്തു തരേണ്ടി വരികയാണ്. ഒരു ദിവസം അയാൾ എന്നോട് പറയാണ്, നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് ഒറ്റക്ക് പോകാൻ പേടിയായിട്ട്. സോ ഞാൻ കൂടെ പോയി. അടുത്ത പ്രാവശ്യം ഞാനൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ എന്താണ്, അയാളെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ട. കാരണം എന്താണ്, ഞാൻ ഒരിക്കൽ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ആ ഹെൽപ്പ് എനിക്ക് തിരിച്ചും ചെയ്യുന്നു. സോ ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. കുഞ്ഞു മക്കളുടെ ഇടയിൽ തന്നെ കണ്ടിട്ടില്ല, അന്ന് ഞാൻ നിനക്ക് തന്നല്ലോ, നീ എനിക്ക് എന്നിട്ട് എന്താ ഇപ്പൊ തരാത്തെന്നൊക്കെ ചോദിക്കില്ലേ, അതൊരു കൈൻഡ് ഓഫ് പെർസ്വേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് സ്കാർസിറ്റി. എണ്ണത്തിൽ കുറവുള്ള സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. എന്തെങ്കിലും സാധനം കഴിയാൻ പോകുമ്പോൾ ആൾക്കാർക്ക് ആവശ്യം കൂടുതലായിരിക്കും അല്ലെ. റെയർ ആയ സാധനങ്ങൾ പെർസ്വേഡ് ചെയ്ത് മേടിപ്പിക്കാൻ എളുപ്പമാണ്. ഇത് ഈ കടയിൽ ഒരെണ്ണേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അതിനു വേണ്ടി തല്ലുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് 1 പീസേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ
സ്കാഴ്സിറ്റി, സാധനങ്ങളുടെ എന്താണ് കുറവ്, സാധനങ്ങളുടെ എമൗണ്ടിൽ കുറവ് വരുമ്പോൾ അതിന് ഡിമാൻഡ് കൂടും. ഓക്കെ, സോ സ്കാഴ്സിറ്റി, സാധനത്തിന്റെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞ് വേഗം മേടിച്ചില്ലെങ്കിൽ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് പെർസ്വേഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് കോൺസെൻസസ്. കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുമുള്ള എല്ലാവരും അത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എന്താണ്, ഞാൻ മറ്റൊരു കമ്പനിയുടെ ഫേസ് ക്രീം മേടിച്ചു, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എന്റെ റൂമിലുള്ള എല്ലാവരും നിവ്യയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനും നെക്സ്റ്റ് മന്ത് മുതൽ നിവ്യയുടെ ക്രീം തന്നെ യൂസ് ചെയ്തു തുടങ്ങി. കാരണം എന്താണ്? എന്റെ ചുറ്റുമുള്ള എല്ലാവരും അതാണ് ചെയ്യുന്നത്, സോ ഞാനും അത് തന്നെ ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതോറിറ്റിയിൽ ഇരിക്കുന്നവർ പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടം കൂടുതലുള്ളവർ പറഞ്ഞാൽ റെസിപ്രോസിറ്റി, scarcity and consensus. Okay. Next is ആർഗ്യുമെന്റ്സ്. അതായത് ഒരാളെ പെർസ്വേഡ് ചെയ്യാൻ ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡയലോഗ്സ് പറയുമ്പോൾ 3 ടെക്നിക്സ് ഉണ്ട്. എത്തോസ്, ലീഗോസ്, ലോഗോസ് ആൻഡ് പാത്തോസ്. ഇത് വളരെ മുമ്പ് തൊട്ട്, അതായത് അരിസ്റ്റോട്ടലിന്റെ ഒക്കെ ആ ഒരു ഫിലോസഫിക്കൽ സംഭവത്തിൽ നിന്ന് വന്നേക്കുന്നതാണ് കേട്ടോ. ഈത്തോസ്, ലോഗോസ് ആൻഡ് പാത്തോസ് എന്ന് പറഞ്ഞാൽ ഈ 3 ടെക്നിക്സ് നമ്മുടെ ആർഗ്യുമെന്റിൽ യൂസ് ചെയ്താൽ പെർസ്വേഷൻ കൂടുതൽ എഫക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈത്തോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആൾക്കാരിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ക്രീം യൂസ് ചെയ്യാനാണ് എനിക്ക് ആൾക്കാരെ പെർസ്വേഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഈ ക്രീം ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ട്, എന്റെ മുഖം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്നിട്ട് എന്റെ പണ്ടത്തെ കുറച്ചും കൂടെ എന്താണ് പിമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ഫേസ് കാണിച്ചിട്ട് ഞാൻ പറയുകയാണ്, അതിൽ നിന്ന് ഈ ക്രീം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പൊ അതിലൂടെ, അല്ലെങ്കിൽ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എത്രമാത്രം ക്രെഡിബിൾ ആണ് എന്നനുസരിച്ചിരിക്കും നമ്മളെ കേൾക്കുന്ന ആൾക്കാരുടെ നമ്മളോടുള്ള റെസ്പോൺസ്. നമ്മൾ എത്രമാത്രം ക്രെഡിബിൾ ആണോ അത്രയും ഈസിയാണ് നമുക്ക് പെർസ്വേഡ് ചെയ്യാൻ. കൂടുതൽ ക്രെഡിബിലിറ്റി ഉള്ളവർക്ക് പെർസ്വേഡ് ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്. രണ്ടാമത്തത് ലോഗോസ്. ദാറ്റ് ഇസ് ലോജിക്കലി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ്, ചൂട് കാലത്ത് സൺസ്ക്രീൻ ഒന്നും ഇടാതെ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ സ്കിന്നിൽ എത്രമാത്രം ടാൻ അടിക്കും എന്നൊക്കെ രീതിയിൽ ലോജിക്കലി റീസൺ ചെയ്യുക. ലോജിക്കൽ റീസൺസ് കൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ലോഗോസ് എന്ന് പറയുക. ദെൻ ഫൈനൽ തിങ് ഇസ് പാത്തോസ്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് പാത്തോസ് ആണ്. പല കാര്യങ്ങളെയും നമ്മൾ എഫക്ട് ചെയ്യുക ഇമോഷണലി എഫക്ട് ചെയ്യുമ്പോഴാണ്. അല്ലെ, ഇപ്പൊ നമ്മൾ പരസ്യങ്ങൾ കാണാറില്ലേ? എന്താണ്, ഗ്രീൻ ടീയുടെ പരസ്യത്തിൽ എന്താണ്, തടിയുള്ളവരോട് വന്നിട്ട് നിങ്ങൾക്ക് തടി കുറക്കണ്ടേ. ഇതെന്താണ്, അവരുടെ ഇമോഷൻസിനെയാണ് ഹേർട്ട് ചെയ്യുന്നത്. ദെൻ ഏതെങ്കിലും ക്രീമിന്റെ പരസ്യത്തിലും പിമ്പിൾസിന്റെ പരസ്യത്തിലും എന്താ, നിങ്ങൾക്കിലൊക്കെ ഉണ്ടായിരുന്നു, തടിച്ചവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, മെലിഞ്ഞവരെ. സോ അത്തരത്തിലുള്ള ഇമോഷൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ടോക്കുകൾ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡയലോഗ് എന്ന് പറയുന്നത് പെർസ്വേഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ളതാണ്. അതിന് പറയുന്നതാണ് പാത്തോസ്. ഓക്കെ, ഈത്തോസ് അപ്പൊ ആൾക്കാരിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട്. ലോഗോസ് ലോജിക്കൽ റീസണിങ് ഉപയോഗിക്കുക. പാത്തോസ് കുറച്ചും കൂടെ ഇമോഷണലി അപ്പീലിംഗ് ആവുക. ഓക്കെ, ഞാൻ 2-3 എക്സാമ്പിൾസ് കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ പരസ്യങ്ങളുടെ. ഇപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, നിറപറയുടെ പുട്ടുപൊടിയാണ്. ഓക്കെ, നല്ല രസത്തിലുള്ള ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. നാടേതായാലും നാവിൻ പ്രിയം നിറപറ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, നമ്മുടെ കണ്ണ് ഫസ്റ്റ് ഇതിൽ കാണുന്നത് ആരെയാണ്? ആദ്യം കാണുന്നത് നടിയായ കാവ്യ മാധവനെയാണ് ആദ്യം കാണുന്നത്. പിന്നെയാണ് നമ്മൾ ഈ പുട്ടും പഴവും. പിന്നെ താഴെ ചെറുതായിട്ട് എന്താണ്, ഷെഫായ ലക്ഷ്മി നായരുടെ ഫോട്ടോവും ചെറുതായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്താണ്, നമ്മളുടെ ലൈക്കിങ്ങും ക്രെഡിബിലിറ്റിയും. കാവ്യ മാധവൻ എന്ന നടിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. നമ്മൾ ഈ ഒരു നിറപറയുടെ പുട്ടുപൊടിയും തൊട്ടുപുറത്ത് ഇതേപോലെ തന്നെ ഒരു പുട്ടുപൊടി, പക്ഷെ എന്താണ് പറയാ, നമ്മൾ അറിയുന്ന ഒരു ഫേസ് അല്ല അതിൽ അഡ്വർടൈസ്മെന്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നിറപറയായിരിക്കും ചൂസ് ചെയ്യുക. കാരണം എന്താണ്, നിറപറ അടിപൊളി കമ്പനി ആയിരിക്കും, ഇവര് ഈ നടീനെ കൊണ്ടൊക്കെ പരസ്യം ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. ഓൾസോ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി താഴെ ഒരു ഷെഫിന്റെ ഫോട്ടോ ആണ് ഉള്ളത്. ഓൾസോ ആ ഷെഫ് എന്താണ്, അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്. ഓക്കെ, സോ ഈ 2 ആൾക്കാരെയാണ് അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. 2 ആൾക്കാരെ വെച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്തത്. സോ ഇവിടെ ഈ ലൈക്കിംഗ് എന്നത് വെച്ചിട്ട് കൂടുതൽ പെർസ്വേഷൻ നടക്കും. ദെൻ രണ്ടാമത്തത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതൊരു ഫെയർ ക്രീമാണ്, ഫെയർ സ്കിൻ ക്രീമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിക്കുക. CTRI അംഗീകാരത്തോടെ നടത്തിയ
ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട് ആധികാരികമായി സാക്ഷ്യപ്പെടുത്തുന്നു ധാത്രി ഫെയർ സ്കിൻ ക്രീം ചർമ്മത്തിൽ നിറം വർദ്ധിപ്പിക്കുന്നു എന്ന്. ഇതെന്താണ്? ലോഗോസ് ആണ്. ലോജിക്കലി റീസൺ ചെയ്യുകയാണ്. നമ്മൾ ക്രെഡിബിൾ ആയ അല്ലെങ്കിൽ റിസർച്ചിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രൂവ് ചെയ്യാണ് ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നത്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആൻഡ് അപ്രൂവഡ് എന്നുള്ള ഒരു സ്റ്റാമ്പും വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ പെർസ്വേഷൻ ആണ്. നമ്മൾ പല പ്രൊഡക്ട്സും എന്താണ് യൂട്യൂബിൽ ഓരോരുത്തരുടെ റിവ്യൂ കേട്ടിട്ടും പരസ്യങ്ങൾ കേട്ടിട്ടും വായിക്കുന്നില്ല. അതൊക്കെ പെർസ്വേഷൻ ആണ്. ഓരോരുത്തർ റിവ്യൂ പറഞ്ഞ് നമ്മൾ അത് കേട്ട് അനുസരിക്കുന്നത് പെർസ്വേഷൻ തന്നെയാണ്. ഓക്കെ, ദെൻ ചെറിയ ഒരു കുട്ടി ആക്ടിവിറ്റി തരാം. ദാറ്റ് ഇസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. That is, name any product along with a line or technique you would use to persuade others to buy or use it. നിങ്ങൾ ആദ്യം ഫസ്റ്റ് ലൈനിൽ പ്രൊഡക്റ്റ് ആദ്യം അയക്കുക, പിന്നെ ലൈൻ അയക്കുക, അങ്ങനെ ചെയ്യില്ലേ കേട്ടോ. ഞാൻ എന്റെ ഇൻസ്ട്രക്ഷൻസ് കേട്ടതിന് ശേഷം മാത്രം റിപ്ലൈ തരിക. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്യിപ്പിക്കാൻ, അത് എന്ത് പ്രൊഡക്റ്റും ആവാട്ടോ. മേ ബി ഫോണിൽ ഏതെങ്കിലും പുതിയ ആപ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ജോയിൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജ് പറഞ്ഞിട്ട് ആ കോളേജിൽ ജോയിൻ ചെയ്യുന്നതാവാം, ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാവാം. സോ ആദ്യം എന്തിനെ കുറിച്ചാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്, നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ എന്നെ പെർസ്വേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ടെക്നിക്കും കൂടെ പറയുക. വേഗം ഒരു 2 minutes വൈൻഡപ്പ് ചെയ്യാം. UV Doc sunscreen. This sunscreen is best for all skin types and especially for oily skin. Okay, good one. Okay, so oily skin ഉള്ളവരാണ് എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ എന്നുള്ള ഒരു വേർഡിൽ ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവർ അതിൽ കൺവിൻസ്ഡ് ആവും. ഓക്കെ, വെരി ഗുഡ്. കുറച്ചും കൂടെ ഒന്ന് ക്രിയേറ്റീവ് ആവാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ദിസ് ഇസ് എ ഗുഡ് വൺ. കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, കുറച്ചും കൂടെ നിങ്ങളുടെ രീതിയിലൊന്ന്. Amrita University, the first NAAC A++ accredited college in India. Okay, very good. Okay, then നിങ്ങൾ ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ കാര്യമല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറയുകയും നിങ്ങളുടേതായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുകയും ചെയ്താൽ ദാറ്റ് വുഡ് ബി നൈസ്. ഓക്കെ, ഇതും നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്. ആൾക്കാരെ പെർസ്വേഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങൾ ആ കോളേജിൽ പോകുന്നതിനേക്കാൾ നല്ലത് അമൃതയിൽ പോകുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയാം A++ അക്രഡിറ്റേഷൻ ഉള്ള കോളേജ് ആണ് എന്ന് പറയാം. ഓക്കെ, ജിങ്കോ നൂഡിൽസ് ഈറ്റ് പ്ലെന്റി ഫോർ ഹെൽത്തി. ഓക്കെ, അങ്ങനെ ടാഗ് ലൈൻസ് യൂസ് ചെയ്താലും ഓക്കെ ആണ്. ബട്ട് നമ്മൾ ടാഗ് ലൈൻസിലൂടെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ പോലും പെർസ്വേഡഡ് ആവില്ല. ഓക്കെ, then next is I am introducing an app, Threads. This app helps you to protect and privacy yourself. Privacy yourself എന്ന് പറയില്ല. Either you can use this app helps you to protect and keep privacy, അല്ലെങ്കിൽ this app helps to protect your data എന്നൊക്കെ കൊടുക്കാം. Okay, privacy yourself എന്ന് പറയില്ല കേട്ടോ. Okay, next. കഴിഞ്ഞോ? Orange cream biscuit Oro is very tasty and healthy. Vitamin C content included. Okay. This helps to protect your data. Yes, Mariam, correct. Use our special under eye cream, bright ice cream, especially made for dark circles and for dark spot treatment. And if used, will bring the best results in 30 days. Yes, very convincing. Okay. Smule is a very nice app. You can sing very comfortably. Many playback singers from Smule. A last line clear a lot of many playback singers from Smule another മനസ്സിലായിട്ടില്ല. ABC Construction, build your dream home with the key of world's best architecture. Okay, very good. Nice one. Cetaphil cleanses the best because of our face is cleansing more. Because of our face is cleansing more എന്ന് പറയില്ല. Because it cleanses our face more എന്ന് പറയാം കേട്ടോ. Skill Mount, a secured institution which will help you to fly with your career. Fly with your okay, abroad പോകണമെങ്കിൽ fly with your career എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഉയരാനാണെന്നുണ്ടെങ്കിൽ fly in your career എന്ന് പറയാം. Okay, good. Next is Pond's moisturizer, buy one get one offer. Okay, suitable for all skin type, sale live up to 24 hours. Okay, very good. അതിൽ സ്കാഴ്സിറ്റി എന്നത് വർക്ക്ഔട്ട് ആവും. എന്താണ് 24 മണിക്കൂറേ നമുക്ക് ഇത് കിട്ടുള്ളൂ. അതിനുള്ളിൽ മേടിക്കണം. ഡെഡ് ലൈൻ ടെക്നിക്ക് ഒക്കെ അവിടെ വർക്ക് ആവുന്നുണ്ട്.
Trim yourself, join our health program. Product, noise cancelling earbuds. Escape into pure serenity with our noise cancelling earbuds. Seamlessly blend music into your world, drown out distractions, and rediscover the joy of uninterrupted moments. Wow, very good, Shamas. Very much convincing ആയിട്ടുള്ള ഒരു എന്താണ് നമ്മൾ സെയിം പ്രൊഡക്റ്റ് ഈ ഒരു നോയ്സ് ക്യാൻസലിംഗ് ഇയർബഡ്സിന് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുന്നതും ഇതേപോലെ തന്നെ ഒരു സിമിലർ പ്രൊഡക്റ്റിന് നമ്മൾ എന്താണ് ദിസ് ഹാസ് നോയ്സ് ക്യാൻസലേഷൻ അത്രയും കാണുന്നതും ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ഓക്കെ, താങ്ക് യു. സോ എല്ലാവർക്കും ഒരു ഐഡിയ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ആൾക്കാരെ പെർസ്വേഡ് ചെയ്യുക എന്നതില്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു മറ്റൊരു ഇത് തരാം. ജസ്റ്റ് 2 minutes ടൈം തരാം. നിങ്ങൾ എല്ലാവരും ബാക്ക് ടു നിങ്ങളുടെ സ്കൂൾ ഡേയ്സിലേക്ക് വരിക. ഓക്കെ, എല്ലാവരും ഇവിടെ ഉള്ള അധികം ആൾക്കാരും വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആണ്, പാരന്റ്സ് ആണ്. നിങ്ങൾ എല്ലാവരും ബാക്ക് ടു നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ +2 വന്ന് നിൽക്കുക. +2 നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ്. ഓക്കെ, ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോവുകയാണ്. നിങ്ങളുടെ പാരന്റ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങൾ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? നിങ്ങൾ എല്ലാവരും +2 പഠിക്കുന്നത്, ബാംഗ്ലൂർക്കാണ് ട്രിപ്പ്, പാരന്റ്സ് സമ്മതിക്കുന്നില്ല, നിങ്ങളുടെ കൂടെ ടീച്ചേഴ്സ് ഉണ്ട്, സേഫ് ആണ്. സോ എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാം? ടെൽ മീ. ഇപ്പൊ ഈ നെയ്മിനി പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യില്ല. ബട്ട് ഈ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യുക, മക്കളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ടെൽ മീ, പാരന്റ്സിനെ എങ്ങനെയാ കൺവിൻസ് ചെയ്യാൻ പറ്റുക? It's going to be the final tour of school life. Yes, very good. The school life il avasanathe trip aanu, kaaranam +2 ennu njan specify cheythathu adondana. Very good, Akash. Okay, then mattendokke paranjittana ningal convince cheya? What else? There is very nice jackets in Bangalore. I will buy for you one. Okay, that is a very tactical move. Bangalore nalla jackets ittu njan thirichu varumbo vedicchu varam. Parents nu offer kodukkana. Okay. Mom, if I'm not going to this trip, then I can't attend my final examination. അതത്ര എത്രമാത്രം കൺവിൻസിംഗ് ആണെന്ന് അറിയില്ല. ട്രിപ്പ് പോയില്ലെങ്കിൽ സ്കൂൾ എക്സാം എഴുതിക്കില്ല എന്നൊന്നും. എനിവേ, പറഞ്ഞത് കൊള്ളാം, ബട്ട് പ്രാക്ടിക്കൽ ആണോ എന്ന് അറിയില്ല. ഇഫ് ഐ നോട്ട് ഗോയിങ് ദിസ് എന്ന് പറയില്ല കേട്ടോ. ഇഫ് ഐ ഡു നോട്ട് അറ്റൻഡ് ദിസ് ട്രിപ്പ്, അല്ലെങ്കിൽ ഇഫ് ഐ ഡോണ്ട് ഗോ ഫോർ ദിസ് ട്രിപ്പ്, ഐ നോട്ട് ഗോയിങ് എന്ന് പറയില്ല കേട്ടോ. ആൻഡ് ഇഫ് ഐ ഡു നോട്ട് ഗോ ഫോർ ദിസ് ട്രിപ്പ് അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഐ നോട്ട് ഗോയിങ് എന്ന് പറയില്ല. It's my last school trip and this is the last entertainment in my school life. Okay, very good. Mom, it's my dream to chill with my friends in Bangalore. Okay, good. Ma'am, we never get back this age, please. Yes, very good. The trip will be the last chance to have beautiful memories with our friends from school. Okay, teachers and my friends are there. I'll be fine. Yes, നമ്മൾ safe ആണ് എന്ന് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു നല്ല മൂവാണ്. Teachers call my parents to go trip because it's my last trip to enjoy. ടീച്ചേഴ്സിനെ വിളിച്ച് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. സോ യു ക്യാൻ ടെൽ ദിസ്, ഐ ആസ്ക്ഡ് മൈ ടീച്ചർ ടു കോൾ മൈ പാരന്റ്സ്. ഓക്കെ, ടീച്ചർ കോൾസ് മൈ പാരന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട്. ഐ ആസ്ക്ഡ് മൈ ടീച്ചർ ടു കോൾ മൈ പാരന്റ്സ് ടു കൺവിൻസ് ദം എന്ന് പറയാം. ഓക്കെ, അവന്തിക്ക് ഒരു വലിയ ലൈൻ, ബാംഗ്ലൂർ ഇസ് ആൻ അഡ്വെഞ്ചറസ് ആൻഡ് ത്രില്ലിംഗ് വൺസ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ടു be enjoyed with our friends and classmates, and we'll be gaining many new memories and experience. I will always have a nostalgic look back to life. Okay. Thank you all. എല്ലാവർക്കും നല്ലൊരു ഐഡിയ വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എല്ലാവരും സെന്റൻസ് മേക്കിംഗിൽ വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ കൻ ഫീൽ ഇറ്റ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞത്, എനിക്കൊരു 2-3 ആൾക്കാരുടെ സ്പീച്ച് ഒന്ന് കേൾക്കണം. ടോപ്പിക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്തിനാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിക്കുക എന്നത് അത്ര പ്രധാനമായ കാര്യമാണോ? ഓക്കെ, ഒരു 2 minute സ്പീച്ച് ആണ്. 2 minutes ഇല്ലെങ്കിലും ഒരു 7 to 10 സെന്റൻസസ് ഉള്ള സ്പീച്ചുകൾ. സ്മിത കൈ റേസ് ചെയ്ത് അറിയാണ്ടാണോ അതോ സ്പീച്ച് പറയാൻ വേണ്ടി കൈ റേസ് ചെയ്തിരിക്കുന്നതാണോ? ആൻഡ് പെർഫെക്റ്റ് ആവണം എന്നില്ല. നിങ്ങൾ ഇപ്പോ പബ്ലിക് സ്പീക്കിംഗ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നോക്കി വായിക്കാതെ ഇരിക്കുക. അതുപോലെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തെറ്റുകൾ വന്നോട്ടെ. ആൻഡ് ബാക്കി സ്പീച്ച് പറയാത്തവരുടെ ഉത്തരവാദിത്വം അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. മലയാളം പറ്റില്ല, നമ്മൾ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. സോ
നമ്മളുടെ ഒരു മലയാളത്തിൽ സ്പീച്ച് പറയാൻ ഇവിടെയുള്ള അധികം ആൾക്കാർക്കും സാധിക്കും. സോ നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിക്കോട്ടെ, ഇവിടെ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുമ്പോ ആ ഭാഗം കട്ട് ചെയ്ത് കളയാനൊക്കെ നമുക്ക് പറയാം. ഇറ്റ്സ് ഓക്കെ. ആരെങ്കിലും ഒരാള് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ പ്രാധാന്യം പറയാൻ ഇത്രമാത്രം ആലോചിക്കാനുണ്ടോ? ഇനിയൊക്കെ ഈ ടോപ്പിക്ക് ബുദ്ധിമുട്ടുണ്ട്, വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. വീഡിയോ ഓൺ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെന്നില്ല, വോയിസ് കേട്ടാലും മതി, ഓക്കെയാണ്. വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൺ, ഐ വിൽ ബി ഹാപ്പി. ഇനി വീഡിയോ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഫൈൻ, ഓക്കെയാണ്. റെഡിയാണോ ഷിഫ? യെസ്, ഓക്കെ. സോ ഷിഫ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഫീഡ്ബാക്കും സജഷൻസും നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് പോലെ തോന്നിയാൽ, നമ്മളൊരു പിയർ ലേണിംഗ് ആണ്, എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പഠിക്കുകയാണ്. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഓക്കെ ഷിഫ, ഹലോ. Good evening to all. I'm Shifa Sharin from Thrissur, and currently I'm pursuing my corporate accounts course. So let me start my speech. Heartily welcoming you all to hear my speech. Today I'm going to present a small speech on the topic importance of education. So let me ask a question to you all, that are you aware about education system in today's life? Can you give a reply? Yes, I am a little aware of it. Okay, so I'm going to telling about the education systems problems. That means currently we are studying in a not much in practical way, all are theoretical aspect. So we need to change that system, but also it's little bit a good thing, because we get more informations about each and every aspects of a subject. And also nowadays education is a very important thing, and without education we can't pursue or build a good career in our life. So I hopefully no, I'm requesting you all that you must give aware about the importance of education to your friends, siblings, your children's also. So let me wind up my words. Thank you. Have a good day. Very good Shifa. First of all, first clap is for your confidence. ഇത്രയും പേരുടെ ഉണ്ടായിട്ട് മുന്നോട്ട് വന്ന ആദ്യത്തെ ആളാണ്. വെരി ഗുഡ്. ആൻഡ് ദ സ്പീച്ച് വാസ് ഓൾസോ ഗുഡ്. ഒരാൾക്കും കൂടെ ഞാൻ പറയാനുള്ള ചാൻസ് തരാം. എന്നിട്ട് കോമൺ ആയിട്ട് മിസ്റ്റേക്സ് എന്നല്ല, കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ബട്ട് ചെറിയ കുറവുകളുണ്ട്, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാളും കൂടെ. ഹൂസ് നെക്സ്റ്റ്? അടുത്ത ആരാ വരാ? സ്മിത സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത്? ആണെങ്കിൽ യു ക്യാൻ യെസ് പറയുകയാണെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരായിരുന്നു. Good evening, ma'am. My name is Smita. I am from Ernakulam, nearby Chatanikara. Okay, hi. See, I don't know, actually, I don't know fluently speak in English. Just trying to It's totally fine. Totally fine. I'm in new joinee in this group and this course. Hello, ma'am. Are you audible? Yes, I'm audible. Okay, ma'am. See, I know the actually I know the value of education. I really miss my childhood, and I am 40 years old now. I really know my education's value. What I told. എഡ്യൂക്കേഷന്റെ വാല്യൂ അറിയാം. ഓക്കെ. Yes, of course, ma'am. ട്രൈ ചെയ്തോളൂ. മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. Okay, ma'am. Ma'am, can I speak in Malayalam?
യെസ് മലയാളത്തിൽ സെന്റൻസ് പറഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് ഇംഗ്ലീഷിലേക്ക് ആക്കാം. ഓക്കെ. ഞാൻ എന്റെ വിദ്യാഭ്യാസത്തെ പറ്റി വളരെയധികം ബോധറായിട്ടുള്ള ഒരു ടൈമും വളരെയധികം അതിനെപ്പറ്റി എന്താ പറയാ, അതിനെപ്പറ്റി വളരെയധികം ആ വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ എന്താണ് എന്ന് വളരെയധികം മനസ്സിലാക്കുന്ന ഒരു സമയവും എന്റെ 30 years കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു കാര്യമോ അതെങ്ങനെയാ പറയാൻ പറ്റുക? ഇറ്റ് ഈസ് ആഫ്റ്റർ 30 years I realize the importance of education. It is after 30 years. after 30 years, of course. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കലുകൾ നമ്മൾ റിയലൈസ് ചെയ്തു, ഐ മീൻ അതിനെ കുറിച്ച് ബോധമുണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പറയാ? I realized എന്ന് പറയും. I realized the importance of education. Okay, then ഈ സമയങ്ങളിൽ വളരെയധികം വാല്യൂ അതിനുണ്ട്. അതായത് എപ്പോൾ നമുക്ക് പഠിക്കാൻ സാധിച്ചോ ആ സമയങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വളരെ നാളുകൾക്ക്, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു വിദ്യാഭ്യാസം എന്നുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രഷ്യസ് വാല്യൂ ആയിട്ടുള്ള ഒരു കോളേജ് ലൈഫ് ആണെങ്കിലും സ്കൂൾ ലൈഫ് ആണെങ്കിലും അത് ഒന്ന് നല്ല രീതിയിൽ അത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വെരി ഗുഡ്. ഓക്കെ, ദാറ്റ് വാസ് എ ഗുഡ് ട്രൈ. ദാറ്റ് വാസ് എ വെരി ഗുഡ് ട്രൈ. ഈവൻ ഇഫ് സ്മിതക്ക് പറയാൻ അറിയില്ലെങ്കിലും മുന്നോട്ട് വന്ന ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ കാണിച്ച കോൺഫിഡൻസ് ഇസ് ദ വെരി ഫസ്റ്റ് തിങ്. എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളൊന്നും മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചൊന്ന് കവർ അപ്പ് ചെയ്തെടുക്കണേ. ആക്ച്വലി സെന്റൻസ് ബിൽഡിംഗ് ഇതൊക്കെ ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റൻസ് ക്രിയേഷന്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, വളരെ ബേസിക് ആയിട്ടുള്ളത് കഴിഞ്ഞു. സോ യൂട്യൂബിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഒന്ന് മെന്റർ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ അത് കിട്ടും. സോ സെന്റൻസ് ഫ്രെയിമിംഗ് ഒക്കെ കുറച്ചും കൂടി ഈസി ആവും കേട്ടോ. ഷുവർ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സ്മിത. ആൻഡ് വിത്ത് വൺ മോർ പേഴ്സൺ വിൽ വൈൻഡ് അപ്പ്. ഇവിടെ അബ്ദുൾ റാസിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 ഫീമെയിൽ വന്നു, ഒരു മെയിൽ റിപ്രസെന്റേറ്റീവും കൂടെ ആയാൽ നമ്മൾ ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. അബ്ദുൾ റാസിക് VPO അങ്ങനെയല്ല, നമുക്ക് 2 ഫീമെയിൽ റെപ്രസെന്റേഷൻ കിട്ടി. സോ ഷെഹ്ന, can I give the chance to അരുൺ? ഷെഹ്നയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം. കാരണം ആദ്യം പറഞ്ഞത് ഷെഹ്നയാണ്, നമ്മൾ ഫീമെയിൽസിന് കൊടുക്കുന്നു മെയിൽസിന് കൊടുക്കുന്നു അങ്ങനെയില്ല. എന്റെ ഒരു ക്യൂരിയോസിറ്റിക്കാണ് ഫീമെയിൽസിലും മെയിൽസിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. സോ ഇഫ് ഷെഹ്ന ഇസ് ലെറ്റിംഗ് മീ, ഞാൻ ആ ചാൻസ് അരുണിന് കൊടുത്തോട്ടെ? യെസ്, ഓഫ് കോഴ്സ്. താങ്ക് യു ഷെഹ്ന. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനെ ഇന്ററാക്റ്റീവ് സെഷൻസ് വെക്കാം. സോ എല്ലാവർക്കും കറങ്ങി തിരിഞ്ഞ ചാൻസ് വരും കേട്ടോ. ഓക്കെ, സോ അരുൺ ടി അല്ലേ? അരുൺ ടി, യു ക്യാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. സോ പ്ലീസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? മാം, ഇംഗ്ലീഷിലാണോ സംസാരിക്കേണ്ടത് അതോ മലയാളത്തിലാണോ? ഇംഗ്ലീഷിൽ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. നമുക്ക് ഇതൊരു ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസ് അല്ലേ? സോ നമുക്ക് ഇംഗ്ലീഷിൽ ഓക്കെ. ഇത് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ടിങ് മലയാളം സംസാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ല. അതായത് നമുക്ക് ജസ്റ്റ് എന്താ പറയാ, സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷിനോട് പേടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ സംസാരിക്കുക. ഇവിടെ ഉള്ള 85 പേരും ഞാനടക്കം ഇപ്പോഴും ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഡേ ബൈ ഡേ നിങ്ങൾ ഓരോ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഞാനും അതിൽ ക്ലാരിഫിക്കേഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ലേണിംഗ് സ്പേസ് ആണ്, നമുക്ക് തെറ്റുകൾ വരുത്താനുള്ള സ്പേസ് ആണത്. സോ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ എല്ലാവരും ഇവിടെ സപ്പോർട്ടിങ്. ഓക്കെ മാം, ഇപ്പൊ നേരത്തെ വന്ന ആള് മലയാളത്തിൽ സംസാരിച്ചപ്പോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ, അപ്പൊ അത് വച്ചിട്ട് ഞാൻ ജസ്റ്റ് ഹായ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറ്റുന്ന പോലെ ഇംഗ്ലീഷിൽ സംസാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇറ്റ്സ് ഫൈൻ, സംസാരിച്ചോളൂ. യു കൻ സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. ഒരു അരുണിന്റെ ഒരു ഇൻട്രോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോളൂ. എവിടെയാണ്, എന്താ ചെയ്യുന്നത് പറയാം. ഓക്കെ. ഹായ് എവരിവൺ, ഐ എം ഫ്രം തൃപ്പൂണിത്തുറ, നിയറസ്റ്റ് ഏരിയൂർ. ഇപ്പൊ ഇതുവരെ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഞാനും എന്റെ വൈഫും ഉണ്ട് ക്ലാസ്സിൽ. ബോത്ത് ഓഫ് ക്ലാസ്. Okay, both of you are attending class. Okay, very happy to hear that. Okay. I'm trying to
just last 3 years, before 3 years, MG University മൊത്തം തെറ്റായിരിക്കും എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്താണ്. 3 വർഷം മുമ്പ് MG യൂണിവേഴ്സിറ്റിയിൽ എന്താ ചെയ്തത്? ഞങ്ങളവിടെ ലാസ്റ്റ് ഒരു മേഴ്സി ചാൻസ് ആണ്. അതായത് 2010 അവർ ഫൈനൽ എക്സാം എന്താ പറയാ അറ്റൻഡിങ് ഫൈനൽ എക്സാം. Okay. In 2010 you attended MG University final exam. Okay, easy അല്ല. അതൊന്ന് കണക്ട് ചെയ്ത് അത് അറിയില്ല എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു തോട്ട് കാരണമാണ് അത് പുറത്തേക്ക് വരാത്തത്. In 2010 I attended my final exam at MG University. പിന്നെ just try to mercy chance in MG University last 2014. Okay. At that time, this corona, basic problem, corona. Okay. The pandemic corona happened. Happens, then our not return to exam, mercy chance. Okay, so you couldn't attend the exam. Exam attend ചെയ്യാൻ സാധിച്ചില്ല. Attend the, yes. So, okay, so you can tell I couldn't attend the exam due to corona. As my exam was during the corona pandemic, I couldn't attend it. എന്ന് പല രീതിയിൽ നമുക്കൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യാം. Okay. Then now I will try to both of. Okay, now that is you will try to gain educational അല്ലെങ്കിൽ I will try to അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങള് ഇത് ട്രൈ ചെയ്തായിരുന്നു. ഇപ്പൊ ഇത് കുറെ നോക്കിയായിരുന്നു, അന്വേഷിച്ചായിരുന്നു നമ്മള് ഡിഗ്രി എഴുതി എടുക്കാനായിട്ട്. ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാണോ? അതെ. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ സെന്റൻസ് ക്രിയേഷനിലൊക്കെ ബുദ്ധിമുട്ട്. ഇതിന് മുമ്പത്തെ ക്ലാസ്സസ് നിങ്ങളുടെ മെന്റർ ആരാണോ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. മുമ്പത്തെ ക്ലാസ്സുകൾ കാണുക. സോ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഐ ആം ഡൂയിങ് ദിസ്, ഐ കംപ്ലീറ്റഡ് മൈ എക്സാം എന്നുള്ള വളരെ ബേസിക് സെന്റൻസുകളൊക്കെ എന്താണ് ഇവിടുന്ന് ആ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. ഇവിടെ ഉള്ള പലരും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിവിങ് എക്സാമ്പിൾസ് നമ്മൾക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. എന്താണ് അരുൺ? അല്ല, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിപ്പോ ഇത്തവണ ഇങ്ങനെ ഇഗ്നോറിൽ ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടായിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇംഗ്ലീഷും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാം, we noticed a vacancy at IGNOU, so we started preparing again. Okay, so thank you Arun. Almost നമ്മുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളും ഇൻട്രസ്റ്റഡ് ആണ്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് നമ്മുടെ സമയം നമ്മളെ അനുവദിക്കുന്നില്ല. ആൻഡ് ഓൾസോ ചാറ്റ് ബോക്സിൽ സം ഐഫോൺ. ഓക്കെ, താങ്ക് യു അരുൺ. മ്യൂട്ട് ചെയ്തോളൂ. ആൻഡ് ചാറ്റ് ബോക്സിൽ നമ്മുടെ ക്ലാസ് ബേസ് ചെയ്തിട്ടല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ടെക്സ്റ്റിനുള്ള സ്പേസ് അല്ല ഇത്. ഓക്കെ, സം ഐഫോൺ ആൻഡ് ഇജു ഇത്തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി റിമൂവ്. ഓക്കെ, ഇവിടെ നമ്മൾ പെർട്ടിക്കുലർലി നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക. ഇതൊരു ഇംഗ്ലീഷ് ക്ലാസ് ആണ്. സോ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്ട്രാ ചാറ്റുകളൊന്നും ഇവിടെ എൻകറേജ് ചെയ്യില്ല. ഓക്കെ, സോ പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ഇറ്റ്. നമ്മൾക്ക് ആക്ച്വലി ചെറിയ 2-3 ആക്ടിവിറ്റീസും കൂടി ഉണ്ടായിരുന്നു. ബട്ട് വി ആർ ഓൾമോസ്റ്റ് ഹെഡിങ് ആർ ടൈം. സോ ഐ തിങ്ക് ആ ആക്ടിവിറ്റി നെക്സ്റ്റ് വീക്കിലേക്ക് വെക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ എങ്ങനെ EPയിൽ ജോയിൻ ചെയ്യാൻ പെർസ്വേഡ് ചെയ്യും എന്നതായിരുന്നു, അല്ലെങ്കിൽ ക്ലോത്ത് ബാഗ് ടു പ്ലാസ്റ്റിക് ബാഗ് ഷിഫ്റ്റ് ചെയ്യാൻ എങ്ങനെ പെർസ്വേഡ് ചെയ്യുമെന്നൊക്കെയായിരുന്നു ആക്ടിവിറ്റി. ഇത് ഈ ക്വസ്റ്റ്യൻ രണ്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ പറ്റുന്നത് പോലെ നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദ പാർട്ടിസിപ്പേഷൻ. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഐ എം വെരി മച്ച് ഹാപ്പി. 2 minute സ്പീച്ചിന് ഒരുപാട് പേര് ഷിഫ ആൻഡ് വേറെ ആർക്കും സംസാരിക്കാൻ ചാൻസ് ചോദിച്ചിരുന്നു. ബട്ട് എന്താണ്, നമ്മൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഓക്കെ, സോ കമ്മിങ് വീക്സ് നമ്മൾ എല്ലാവർക്കും മാറി മാറി ചാൻസ് കൊടുക്കും. കോമൺ ആയിട്ട് എന്താ ഷിഫ പറഞ്ഞതിലെല്ലാം കൺവീഡ് ആയിരുന്നു. ബട്ട് ചെറിയ ലാംഗ്വേജ് ചെറിയ അസോസിയേഷൻസിന്റെ മിസ്സിംഗ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഐ എം ഗോയിങ് ടു ടെല്ലിംഗ്.
ഗോയിങ് ടു ടെൽ മതി, പിന്നെ ഗോയിങ് ടു ടെല്ലിംഗ് വേണ്ട. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ വായിച്ചും കേട്ടും മനസ്സിലാവും. ദെൻ വിത്ത് സ്മിത ആൻഡ് അരുൺ രണ്ടുപേരുടെയും ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇത്. എന്നിട്ട് പോലും അവർ ആ കോൺഫിഡൻസ് എടുത്ത് വന്നത് ഇസ് വെരി എന്താണ് അപ്രീഷിയബിൾ ആണ് ഭയങ്കരമായിട്ട്. ആൻഡ് അവർ രണ്ടുപേരും ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടുള്ള കുറവുകൾ അവരിലുണ്ട്. ദാറ്റ് അവരത് വരും ക്ലാസ്സുകളിൽ ദിൽ ബി ഇംപ്രൂവിങ് ഓൺ ഇറ്റ് ഫോർ ഷുവർ. സോ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക്. ഗ്രാമർ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ബേസിക് സംസാരിക്കാൻ വേണ്ട ബേസിക് ഗ്രാമേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ്സുകൾ ആയിട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഗ്രാമറിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ദെൻ എനിത്തിങ് എൽസ്? സെന്റൻസ് മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നമ്മുടെ വീക്ക് 5 വീക്ക് 6 ഒക്കെ സെഷൻസ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സെന്റൻസ് ഫോർമേഷൻ നിങ്ങൾ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ സെന്റൻസ് ഫോർമേഷൻ അതിന്റെ ഹെഡിങ് നോക്കുക. സെന്റൻസ് ഫോർമേഷന്റെ സെന്റൻസ് ഫോർമേഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് തന്നെയാണ് അതിന്റെ ടോപ്പിക് ഉള്ളത്. യൂട്യൂബിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആകെ 13 ക്ലാസ് അല്ലേ. സോ അതിൽ നിന്ന് സെന്റൻസ് മേക്കിംഗ് ഏതാണെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഈസിയാണ്. ഇത് നമ്മളുടെ 13th ലൈവ് ആയിരുന്നു, 13ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ആൻഡ് ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരോട് പറയാണ്, നമുക്ക് സൺഡേസ് അല്ല ക്ലാസ്, ട്യൂസ്ഡേസ് ആണ് നമ്മുടെ ക്ലാസ്. എനിക്ക് ചെറിയ ഒരു എന്താണ് എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ട്യൂസ്ഡേ മാറ്റി ഈ ഒരു സൺഡേ ആക്കിയത്. നെക്സ്റ്റ് വീക്ക് തൊട്ടും നമ്മൾ ബാക്ക് ടു ട്യൂസ്ഡേ തന്നെ ആയിരിക്കും. ഓക്കെ, ഹാഫിസ് അലി നെക്സ്റ്റ് വീക്ക് എന്തായാലും ചാൻസ് തരാട്ടോ. ഇന്നിപ്പോ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ടൈമിംഗ് കീപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് എനിക്കും നിങ്ങൾക്കും. 9 മണിക്ക് ശേഷം പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും ഇവിടെ. സോ 9 മണിക്ക് ശേഷവും ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. സോ ഐ എം റിയലി സോറി. നെക്സ്റ്റ് വീക്ക് എന്തായാലും ചാൻസ് തരാട്ടോ. ന്യൂ ജോയിന്റ് സ്റ്റുഡൻസ് എങ്ങനെ മേക്കപ്പ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ യൂട്യൂബ് ക്ലാസ്സസ് കവർ ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ ബേസിക്സും അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു 10th സെഷൻ വരെയെങ്കിലും നിർബന്ധമായും കവർ ചെയ്യുക. 11th and 12th പിന്നെയും കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബേസിക്സ് കഴിഞ്ഞിട്ടുള്ളതാണ് 10th ഉം 11th ഉം. ബട്ട് ഒരു ഫസ്റ്റ് സെഷൻ ടു ഒരു 7th 8th സെഷൻ വരെയെങ്കിലും നിങ്ങൾ നിർബന്ധമായി കാണുക. 1 hour ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഇടയിൽ കുറച്ച് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗങ്ങൾക്ക് അടിച്ചടിച്ച് അതൊരു 40 മിനിറ്റ്സിലൊക്കെ കണ്ടു തീർക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ടാസ്കുകൾ, ഒരുപാട് ടാസ്കുകൾ നമ്മൾ ഓൾമോസ്റ്റ് 90 ടാസ്കുകൾ ചെയ്തിട്ടുണ്ട്. 90 ടാസ്ക് അല്ലെങ്കിൽ പോലും ഈ എടുത്ത് കഴിഞ്ഞ കുറച്ച് ടാസ്കുകളെങ്കിലും മെന്റേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. കാരണം നമ്മുടെ ക്ലാസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ന് കുറവാണ്, അല്ലെങ്കിൽ അറൌണ്ട് 200 സ്റ്റുഡൻസ് ഉണ്ടാവും. സോ 200 സ്റ്റുഡൻസിനോടും ഞാൻ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഡൺ. നെക്സ്റ്റ് വീക്ക് നമ്മൾ അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽസ് വർക്ക്ഷോപ്പ് ആണ്. റൈറ്റിംഗ് സ്കിൽസിൽ നമ്മൾ ഓൾറെഡി ഇമെയിൽ റൈറ്റിംഗ്, ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ അടുത്ത റൈറ്റിംഗ് സ്കിൽസ് നോക്കും. ഡിജിറ്റൽ സ്പേസസ്, ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് നടക്കുന്നത് വരെ ഒരു ഡിജിറ്റൽ സ്പേസിലാണ്. സോ ഡിജിറ്റൽ സ്പേസസിൽ ഇംഗ്ലീഷിന്റെ യൂസേജ് നോക്കും, ക്രിയേറ്റീവ് റൈറ്റിംഗ് നോക്കും, ആൻഡ് ഓൾസോ ഈ ഒരു ഡിജിറ്റൽ ഏരിയയിൽ ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്താണ്, ഇംഗ്ലീഷ് ഇവോൾവ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കും. ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്കിന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ വിത്ത് ദാറ്റ്, താങ്ക് യു ഓൾ. സി യു ഓൾ നെക്സ്റ്റ് വീക്ക്. Again a reminder, next week തൊട്ട് വീണ്ടും നമ്മുടെ ക്ലാസ് ട്യൂസ്ഡേസ് ആയിരിക്കും, സൺഡേസ് അല്ല. ഓക്കെ, so with that I am winding up. Meet you all next week. Thank you. Bye.